ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങളുടെ ഗവി ട്രിപ്പ് ഇന്ന് ഓണായിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ വെളുപ്പിനെ 12:30 ഞങ്ങൾ പാമ്പാടി ബസ് സ്റ്റാൻഡിലെത്തി. കോട്ടയം ജില്ലയിൽ അവിടുന്ന് പളനിക്ക് പോകുന്നൊരു സൂപ്പർ ഡീലക്സ് ബസ്സുണ്ട്. അതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഒരാൾക്ക് 164 രൂപയാണ് ടിക്കറ്റ് ചാർജായി വന്നത്. നല്ല പുഷ് ബാക്ക് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല വിശ്രമിച്ച സുഖകരമായ യാത്രയായിരുന്നു. 3:15 എത്തുമെന്ന് പറഞ്ഞെങ്കിലും 3 മണിയോടെ ഞങ്ങൾ കുമളിയിലെത്തി. അവിടെ എത്തിയ ഉടനെ ഞങ്ങളൊരു കട്ടൻ ചായ കുടിച്ചു. അവിടെ നോക്കിയപ്പോൾ വെളുപ്പിനെ 3 മണിയാണ്. നല്ല ചൂട് ബോണ്ട ഉണ്ടായിരുന്നു. ആർക്കും തന്നെ കാര്യമായ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ബോണ്ട മേടിച്ച് ഞങ്ങൾ ഷെയർ ചെയ്യുകയായിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് നമ്മൾ ഇവിടെ കുമളിയിൽ നമ്മുടെ മെയിൻ സ്റ്റാൻഡിൽ നിൽക്കുന്നതിനെക്കാട്ടിലും നല്ലത്, പ്രൈവറ്റ് ബസ് വരുന്ന സ്റ്റാൻഡിൽ നിൽക്കുന്നതിനെക്കാട്ടിലും നല്ലത് KSRTC ഡിപ്പോയിൽ പോകുന്നതാണ്. അവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ നിന്നാണ് ബസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ യാത്ര ആരംഭിക്കാം, ഇരുന്ന് വരാമെന്നാണ് അറിഞ്ഞത്. അതിന് പ്രകാരം ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളുടെ അവിടുത്തെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തു. അവിടെ ഫോൺ ചാർജ് ചെയ്യാനും മറ്റ് ഫ്രഷപ്പ് ആകാനുള്ള സൗകര്യമെല്ലാം ഉണ്ടായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്ത് ഏറെക്കുറെ 5 മണിയോടെ തന്നെ ഞങ്ങളുടെ ബസ് KSRTC ഡിപ്പോയിൽ നിന്നെടുത്തു. അവിടുന്ന് മെയിൻ കുമളി സ്റ്റാൻഡിൽ പോയി അവിടുന്ന് യാത്ര ആരംഭിച്ചു. ആദ്യത്തെ സ്റ്റോപ്പ് വണ്ടിപ്പെരിയാറായിരുന്നു. വണ്ടിപ്പെരിയാർ സ്റ്റാൻഡിൽ കയറി. അവിടുന്ന് അധികം കയറാനില്ലായിരുന്നെങ്കിലും പൊതുവെ വണ്ടിയിൽ ആളുണ്ടായിരുന്നു. കാരണം ഗവി നിവാസികൾ അവിടെ അങ്ങോട്ട് പോകുന്നവരെ ഈ ലോക്കൽ യാത്രക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോലുള്ള കുറച്ച് വിനോദസഞ്ചാരികളും ആ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വെളുപ്പിനെ 5:30 ബസ് എടുക്കുന്നത് കൊണ്ട് തന്നെ ചുറ്റും നോക്കുമ്പോൾ വളരെ നയനമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദിച്ചുയർന്ന സൂര്യൻ്റെ രശ്മിയിൽ കോടമഞ്ഞ് വിരിഞ്ഞ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് ഇപ്പോൾ ബസ് യാത്ര ചെയ്യുന്നത്. വണ്ടിപ്പെരിയാറിന് ശേഷം വള്ളക്കടവ് വഴിയാണ് ഗവിയിലേക്ക്, വെള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടന്നാണ് ഗവിയിലേക്ക് വണ്ടി യാത്ര തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 5 പേരുള്ളതുകൊണ്ട് തന്നെ പലരും പല സീറ്റുകളിലാണ് ഇരുന്നത്. ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് ഇങ്ങനെ വീഡിയോ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടിപ്പെരിയാറിൽ നിന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലേക്കുള്ള തിരിവ് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് മനോഹരമായ കാഴ്ചകളുടെ ഒരു നേരെയാണ് നമ്മൾ ഇനിയും കാത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ ഗവിയിലേക്കുള്ള യാത്രയെന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തിരക്കിട്ട ഈ സിറ്റി ലൈഫിൽ നിന്നൊരു റെസ്റ്റ് എടുക്കുന്ന, ഒരു പോസ് എടുക്കുന്ന ഒരു രീതിയിലാണ് എല്ലാവരും ഗവി യാത്ര കാണുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ മനോഹരമായ കാഴ്ചകളും കൂൾ അന്തരീക്ഷവും പിന്നെ വളരെ അപൂർവമായി ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മൃഗങ്ങളെയൊക്കെയാണ് നമ്മളെല്ലാവരുടെയും യാത്രയുടെ ലക്ഷ്യം തന്നെ. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നതാണ് വെള്ളക്കടവ് ചെക്ക് പോസ്റ്റ്. ഇതോടെ ഈ ചെക്ക് പോസ്റ്റ് കടക്കുന്നതോടെ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലേക്ക് നമ്മുടെ വണ്ടി പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ പൊതുവെ ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ആ ഭാഗ്യമുണ്ടായില്ല. ഞങ്ങൾക്ക് ആകപ്പാടെ ഇടയ്ക്ക് വെച്ച് കാണാൻ സാധിച്ചത് ഒരു മയിലും കുറച്ച് കാട്ടുപന്നി അങ്ങനെ ഉള്ള ചെറിയ ജീവികളെയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് 2 സൈഡിലെയും കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഒരു സൈഡിൽ പുൽമേടാണെങ്കിൽ ഒരു സൈഡ് നല്ല വനം പോലാണ് തോന്നുന്നത്. ഇപ്പോൾ പുൽമേടുകളിൽ സാധാരണ മ്ലാവും കാട്ടുപോത്തും ഒക്കെ കാണുന്നതാണെന്നാണ് കണ്ടക്ടറൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആ ഭാഗ്യമുണ്ടായില്ല. അതോടൊപ്പം തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടിക്കറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ കണ്ടക്ടറിനോട് അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവർ അവരോട് കണ്ടക്ടറിനോട് പറയേണ്ടതാണ്. കണ്ടക്ടർ അവിടെ ക്യാൻറ്റീനിൽ വിളിച്ച് പറഞ്ഞ് ആ പറയുന്ന എണ്ണത്തിനനുസരിച്ച് മാത്രമായിരിക്കും അവരുടെ ഫുഡ് കിട്ടുന്നത്. ഞങ്ങൾ ആ കാര്യം വിട്ടുപോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ല. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒരു 2 പാക്കറ്റ് ബണ്ണുള്ളതുകൊണ്ട് കഴിഞ്ഞു കൂടുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ, വളരെ മനോഹരമായ കാഴ്ചകൾക്ക് നടുവിലൂടെ നമ്മുടെ ബസ് ഇങ്ങനെ കുതിച്ച് പോവുകയാണ്. വളരെ ചെറിയ ഇടുങ്ങിയ വഴിയാണെങ്കിലും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് നല്ല കിണ്ണം കാച്ചി ഓടിയിലാണ് പുള്ളി ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ വണ്ടി ഇങ്ങനെ വനത്തിന് നടുവിലൂടെ ഇങ്ങനെ യാത്രയാവുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അതായത് ഉദിച്ചുയർന്ന സൂര്യൻ കോടമഞ്ഞിൻ്റെ ഇടയിലൂടെ വനാന്തരങ്ങളിലേക്ക് പതിക്കുന്ന സൂര്യരശ്മിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ
അങ്ങനെ ഏറെക്കുറെ ഒരു 2 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ബസ് ഒരു വ്യൂ പോയിൻറ്റിൽ നിർത്തി തന്നിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു വിനോദസഞ്ചാരത്തിന് പോകുന്ന ഒരു ചെറിയൊരു അനുഭൂതിയും ഇതിലൂടെ കിട്ടുന്നതാണ് നമുക്ക്. ഞങ്ങളൊക്കെ ഇറങ്ങി ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നിരിക്കുകയാണ്. ഗവിയിലേക്ക് നിങ്ങൾക്ക് പ്രൈവറ്റ് വാഹനങ്ങളിൽ വരാമെങ്കിൽ ഇത് പത്തനംതിട്ടയിൽ നിന്ന് മാത്രമാണ് പ്രവേശനമുള്ളത്. ഒരു ദിവസം 30 വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നതാണ് ഗവി ഡാം. നമ്മൾ കുമളിയിൽ നിന്ന് കയറുമ്പോൾ ആദ്യം നമ്മൾ കടന്നു പോകുന്നത് ഗവി ഡാമിലൂടെയാണ്. ഗവി ഡാമിൻ്റെ ഷട്ടറിന് മുകളിൽ കൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ബസ് കടന്നു പോകുന്നതാണ്. നമ്മുടെ ബസ്സിൽ അത്യാവശ്യം നിന്ന് പോകാൻ തന്നെ യാത്രക്കാരുള്ളതാണ്. ചെറിയ ബസ്സായിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നിന്ന് പോകാനുള്ള യാത്രക്കാരും ഉള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിരാവിലെ എത്തി കുമളി KSRTC ഡിപ്പോയിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് സീറ്റ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് KSEB ക്യാൻറ്റീൻ. ഇവിടെ ഓർഡർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടക്ടറുടെ പക്കൽ എണ്ണം കൊടുക്കുന്നവർക്ക് മാത്രമാണ് അന്ന് ഫുഡ് ഉണ്ടാകുന്നത്. KSRTCയിലൂടെയുള്ള ഈ ഗവി യാത്രയിൽ മാത്രമാണ് നമുക്ക് ഈ ഡാമിൻ്റെ മേളിൽ കൂടി ഇടുങ്ങിയ വഴിയിൽ കൂടി ഒരു യാത്ര നമുക്ക് ഈ ഗവി യാത്രയിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പാണ്. ഇപ്പോൾ നമ്മുടെ യാത്ര ഇടുങ്ങിയ വനത്തിൽ കൂടിയാണ്. നമ്മുടെ പുൽമേട് ആ ഒരു കാഴ്ചകൾ മാറി ഇപ്പോൾ നല്ല ഇടുങ്ങിയ വനമാണ് നമുക്ക് ചുറ്റും. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കുമളിയിലേക്കുള്ള ബസ്സിൽ തിരിച്ച് മാറി കയറിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ മൂഴിയാർ വരെയുള്ള ടിക്കറ്റാണ് കുമളിയിൽ നിന്നെടുത്തത്. അതായത് ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്നെടുക്കുന്ന 2ാമത്തെ ബസ്സിൽ കയറാമെന്നുള്ള പ്ലാനിൽ 133 രൂപയാണ് ഒരാൾക്കായത്. അങ്ങനെ ഞങ്ങൾ 2ാമത്തെ ബസ്സിനെ കണ്ടപ്പോൾ ഡ്രൈവർമാർ തന്നെ പറഞ്ഞു നിർത്തി ആളെ മാറ്റി കയറ്റി വിടുന്നതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് അതുകൊണ്ട് കക്കി ഡാമിൻ്റെ ഒരു വ്യൂ കൂടെ കാണാൻ പറ്റി. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ബസ് ഇവിടെ നിർത്തിയില്ലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ കക്കി ഡാമിൻ്റെ അവിടെ ബസ് നിർത്തുകയും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനും സാധിച്ചു. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങളിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞങ്ങൾ പോയതൊരു 2026 ജൂൺ മാസമാണ്. തിങ്കളാഴ്ച ദിവസമായിരുന്നു. പക്ഷേ ഈ സമയത്ത് 2026 ജൂണിൽ വഴി ഒരു കുറച്ച് ദൂരം ഒരു 30% വഴി കുഴപ്പമില്ല. ബാക്കി അങ്ങോട്ടുള്ള വഴി വളരെ മോശമാണ്. അപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങളിൽ വരുന്നവർ അതുകൂടൊന്ന് മനസ്സിൽ കരുതി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ കക്കി ഡാമിന് കുറുകെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം കുമളിയിൽ തന്നെ കയറാൻ ശ്രമിക്കുക. കാരണം അതിരാവിലെയുള്ള മനോഹരമായ വ്യൂ കിട്ടുന്നത് കുമളിയിൽ നിന്നാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.